നമ്മുടെ നാട്ടിലൊരു ഒരു പ്രത്യേകതരം ഒരു കോൺഷ്യസ്നെസ് ഉണ്ട് സർ. യു സീ തിങ്സ് ഫോർ ഈ ഗീബിൾസ് പറഞ്ഞ പോലെ ഒരു നുണ 10 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണെന്നുള്ളത്. അപ്പം ഈ നറേറ്റീവിനെ ഇപ്പം സാറ് തന്നെ എന്നോട് രാവിലെ പറഞ്ഞ പോലെ മീഡിയ ഒരു സൈഡിൽ ട്രയൽ നടത്തുന്ന അതേ സമയത്ത് ഒരു പറ്റം ആൾക്കാർ ഇപ്പുറത്ത് നിന്ന് ഈ പറയുന്ന കുറ്റാരോപിതന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഇവർ രണ്ടുപേരും വളരെ മ്യൂച്വലി PR ക്യാമ്പയിൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നിടത്ത് ഇനി അങ്ങോട്ട് there will be lot of things that will be planned, including his movies, next movies release, ട്രെയിലർ റിലീസും അതിൻ്റെ റിലീസും അതിൽ ഈ പറയുന്ന മലയാളത്തിലെ സൂപ്പർ താരത്തിൽ ഒരാൾ പിന്നെ അഭിനയിക്കുന്നുണ്ട് മുതൽ അങ്ങോട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഇനിയൊരു മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടാവും, ആ ഒരു ക്യാമ്പയിൻ ഉണ്ടാവും. അത് 8 വർഷത്തിൻ്റെ നഷ്ടങ്ങളെ നികത്താൻ മാത്രമുള്ള പൈസ ഒഴുക്കിയിട്ടുള്ള ക്യാമ്പയിനുകളാണെങ്കിൽ മലയാളികൾ വീണ്ടും തിരിച്ചു അഗ്നിശുദ്ധി വരുത്തി വന്ന നായകനായിട്ട് തിരിച്ചു വരും. ബബ്ബയുടെ ടീസറിൽ തന്നെ അത് കാണിക്കുന്നുണ്ട്. ട്രെയിലറിന്റെ റിലീസ് എനിക്ക് തോന്നുന്നത് ഈ ഒരു വിധിക്ക് ശേഷം ട്രെയിലർ റിലീസ് ആവാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നാണ്. കനലിരിഞ്ഞിട്ടില്ല, അടങ്ങിയിട്ടില്ല, അതിനു മുന്നേ കയറി വരുന്നൊക്കെ ആയിരിക്കും.